റിയാദ് വിമാനത്താവളത്തിൽ താറുമാറായ വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചതിന് പിന്നാലെ അന്വേഷണത്തിന് ഉത്തരവിട്ട് സൗദി ഗതാഗത മന്ത്രി. വിമാനങ്ങളുടെ കൃത്യനിഷ്ഠതയും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശവും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നൽകി. വെള്ളിയാഴ്ച മാത്രം 200ഓളം വിമാനങ്ങളാണ് റദ്ദാക്കുകയോ വൈകുകയോ ചെയ്തത്. മലയാളികളടക്കം നിരവധി പേരാണ് യാത്ര മുടങ്ങി എയർപോർട്ടിൽ കുടുങ്ങിയത്. റിയാദ് വിമാനത്താവളത്തിലുണ്ടായ യാത്രാ പ്രതിസന്ധി പരിഹരിച്ചതിന് പിന്നാലെയാണ് സൗദി ഗതാഗത ലോജിസ്റ്റിക് സർവീസ് മന്ത്രി സ്വാലിഹ് അൽ ജാസർ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വെള്ളിയാഴ്ച മാത്രം 200ഓളം വിമാനങ്ങളാണ് റദ്ദാക്കുകയോ വൈകുകയോ ചെയ്തത്. കണക്ഷൻ ഫ്ലൈറ്റുകളിൽ യാത്രക്കെത്തിയ നിരവധി മലയാളികളും ഇതോടെ കുടുങ്ങിയിരുന്നു. മന്ത്രി വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രശ്നം പരിഹരിക്കാനായി സ്വീകരിച്ച നടപടികൾ അദ്ദേഹം പരിശോധിച്ചു. വിമാനങ്ങളുടെ കൃത്യനിഷ്ഠയും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശവും ഉദ്യോഗസ്ഥർക്ക് നൽകി. സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ യാത്രക്കാർക്ക് മികച്ച സേവനം ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിലവിൽ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ച് വിമാനങ്ങൾ സാധാരണ നിലയിൽ സർവീസ് തുടങ്ങിയിട്ടുണ്ട്. യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ വിമാനത്താവള അധികൃതർ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. റദ്ദാക്കിയ വിമാനങ്ങളിലെ യാത്രക്കാരുടെ ബാഗേജുകൾ തിരികെ നൽകുന്നതടക്കമുള്ള നടപടികൾ തുടരുകയാണ്. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ നിയമങ്ങൾക്കനുസൃതമായി യാത്രക്കാർക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാകും. യാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും അധികൃതർ ഉറപ്പു നൽകി. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്.